പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് ഒരു സന്ധ്യായാമം കാണുവാൻ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനിടയാക്കിയ വൻകൃപകൾക്കായി സ്തോത്രം. സംഭവങ്ങളെ കൊണ്ടുവന്ന പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ 10 ആയിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഈ സന്ധ്യകളിൽ ഹോളിൽ കടന്നു വന്ന് ആമേ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങളെ ആമേ അങ്ങ് കൂട്ടി വരുത്തിയ ആ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി, മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കഴിവോ മിടുക്കോ സാമർത്ഥ്യമോ ഒന്നുമല്ല, അങ്ങയുടെ കൃപ കരുണ ദൈവം മാത്രമാണ് സന്ധ്യകളായിരിക്കുന്നത്. തൊഴുവാനോ പ്രശംസിപ്പാനോ ഞങ്ങൾക്ക് ഒന്നുമില്ല നാഥ. ഞങ്ങളുടെ വീഴ്ചകളും കുറവുകളും തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ആ വലിയ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ട് ഇവളും പരിസരവും രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വെള്ളികളെ ചുറ്റുപാടുകളെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന നമ്മുടെ മക്കൾക്കായി സ്തോത്ര, അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്ര, സഹോദരിമാർക്കായി സ്തോത്ര, അവരുടെ സഹോദരന്മാർക്കായി സ്തോത്ര, അവരുടെ ദൈവദാസന്മാർക്കായി സ്തോത്ര. എല്ലാവരും പേരുപരാ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാതുരിയുടെ പ്രവർത്തനങ്ങൾ അവയെ ദേശത്ത് അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ. അതിന് നേതൃത്വം കൊടുക്കുന്ന ആവേ ജീവിതങ്ങളെ അങ്ങനെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവ ആത്മാവിലുണർന്നുകൊണ്ട് അവ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവ പ്രാർത്ഥനാതിയുടെ പ്രവർത്തനങ്ങള്, ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങള്, അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന യുവദാസന്മാര്, കൂട്ടായ്മകളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക. നന്ദിയോടെ സന്ധ്യ കടന്നു വന്ന മക്കളെ ഒരു എല്ലാ ശുശ്രൂഷകളും വളരെ അനുഗ്രഹമായി തീരുക. ദൈവാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുക. സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. അല്പസമയം പൊന്നുവാദത്തിലിരിക്കട്ടെ. കൃപ കൂടെ ഇരിക്കണം. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ഭരിച്ചു നടത്തണം. പ്രാർത്ഥന സ്വർഗ്ഗം കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനാധുനിയുടെ പ്രാർത്ഥനാ സംഗമമായി ഒരുമിച്ച് ഹോളിൽ കൂടി വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിനിടയാക്കി. നമ്മളെ ആയിരുന്ന ഇടങ്ങളിലൊക്കെ ആമേ നമ്മളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്രം. ആമേ പ്രാർത്ഥനാധുനിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ആമേ പാസ്റ്റർ ആർ ബെൻസൺ ആമേ ദാനിയേൽ അവരോട് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കുടുംബമായി അവർ ഗുജറാത്തിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ ആമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തും കർത്താവ് ആ പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനത്തിനായി സപ്പോർട്ട് ചെയ്യുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ആമേ സ്തോത്രം. അനേകര് ആമേ ഈ പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങൾക്ക് ആമേ വളരെ നല്ലൊരു സപ്പോർട്ടായി ആമേ ആത്മീയ സപ്പോർട്ട് ആമേ നൽകുവാൻ ഇടയായി തീരണം. അതിനായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. സ്തോത്രം. ആമേ ആല് കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ആമേ കർത്താവ് നമ്മെ കൈവിടുകയില്ല. ആമേ സന്തോഷത്തോടെ ദിവസത്തിൽ എല്ലാവരും ആയിരിക്കണം. ആമേ സ്തോത്രം. വിവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയും ആമേ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആമേ എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കഷ്ടങ്ങളെ സഹിച്ചു, കഷ്ടങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് സന്ധ്യയിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നത്. സ്വത്ര കർത്താവ് ഒരുക്കി തന്നതാ. സ്വത്ര അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ സ്വർഗ്ഗമിടയാക്കണം. അതിനായി ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരും ആമി വിശേഷ ആമി ആലി പ്രാർത്ഥനാധുനിയുടെ ആലലിയ ചെയർമാനായിരിക്കുന്ന ആമി പാസ്റ്റർ ബ്ലസൻ ആലലി അവരുടെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്ധ്യക്ക് നമ്മുടെ നടുവിലുണ്ടല്ലോ. കടന്നു വന്ന എല്ലാ ദൈവമക്കളും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റി ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്വാഗതം അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആലലി ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അല്പസമയം നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആമേ സന്തോഷത്തോടെ ഹൃദയംഗമായി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ആമേ സന്ധ്യയിൽ ഞാൻ കടന്നു വന്നത് ആമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്ന ആമേ വിശ്വാസത്തോടെ ആമേ ദൈവങ്ങളെ വചനപ്രകാരം പറയുന്നത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ആമേ ചുമ്മാതെ പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയവും എനിക്ക് ദൈവം മറുപടി തന്നു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അത്
അതിനായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേ സന്തോഷത്തോടെ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന് സന്നിധിയിലോട്ട് പോകാം. പ്രാർത്ഥനാ ധ്വനി ഈ പ്രദേശത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഞാൻ ആമേ കഴിഞ്ഞ നാളിലേക്ക് നമുക്ക് കൂട്ടായ്മ കൂടി നടത്തുവാനൊക്കെ ദൈവത്തിലൂടെയാക്കി. ഇന്ന് രാത്രി അതൊരു അവസരം ദൈവം തന്നല്ലോ. ആമേ വീട്ടിലെ അനേകം പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തില് ഈ ഗ്രൂപ്പിലൊക്കെ ഞാൻ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, കമ്മിറ്റിയിലുണ്ട്, കൗൺസിലുണ്ട്. ആമേ സ്തോത്രം. അതിൽ എല്ലാവരും ഒന്ന് കടന്നു വരണം. ആ മാസത്തിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ. നാം വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ ഇടയിലുള്ള ദൈവസഭകളിൽ നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിലും നമ്മുടെ ഒരു ദൈവമക്കളാണ്. നമുക്ക് ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി ഒരുമിച്ച് കൂടുവാൻ. സ്വോത്രം. എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ സഭകളിലും വന്നൊന്നിച്ച് കൂടാനൊന്നും അവസരമില്ല. എന്നാൽ ദൈവം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോൾ ആമേൻ വ്യത്യസ്ത നിലകളിൽ സ്വോത്രം പ്രസ്ഥാനങ്ങളുടെ കീഴിൽ ദൈവസഭകളുടെ കീഴിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരുമിച്ചൊന്ന് കൂടാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ അത് ആമേൻ നമ്മൾ പാഴാക്കാതെ സന്തോഷത്തോടെ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് അനുഗ്രഹമാണ്, പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ആമേൻ കഴിവതും എല്ലാവരും കടന്നു വരട്ടെ. അതിനായി ഉത്സാഹിക്കട്ടെ, അതിനായി പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ സന്തോഷത്തോടെ കടങ്ങളെ ഒത്തിരി പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. തുടർന്നുള്ള സമയം ആമേ സ്തോത്രം. ആമേ കൊയറ് ആമേ മുമ്പോട്ട് കടന്നു വന്ന് ആമേ സ്തോത്രം ആമേ ദൈവസ്ഥനെ പാടി ദൈവത്തെ ആരാധിക്കും. ആമേ എല്ലാവരോടും ആമേ പ്രാർത്ഥനയോടും ആമേ ആരാധനയോടും ദൈവസ്ഥനായിരിക്കണം. സ്തോത്രം. അറിയാവുന്ന പാട്ടുകളൊക്കെ പാടുമ്പോൾ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആമേ കൊയർ മുമ്പോട്ട് കടന്നു വന്ന് ആമേ തുടർന്നുള്ള ആരാധന ലീഡിയും ദൈവം നമ്മെ സഹായിക്കും.
ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കളെ ദൈവമടിയാക്കിയല്ലോ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം ഹല്ലേലൂയ നമ്മളെ ഒരുമിച്ച് ദിവസത്തിലെ ആയിരിക്കുന്നല്ലോ. സ്തോത്രം. നമുക്ക് കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കുന്ന നമുക്കൊക്കെ സ്തോത്രം. തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കർത്താവിന്റെ വചനം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആയിരിക്കുന്ന സന്ധ്യയില് ദൈവവചനം ആമൻ നമ്മളോട് സംസാരിപ്പാൻ ആമൻ ദിവസത്തില് ദൈവം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ആമൻ കാലിൽ കോയിറ്റ് ചാപ്റ്ററിന്റെ ആമൻ ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ ബ്ലസഡ് സാമുവൽ അവറുകളെയാണ്. ആമൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൽ ആയിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ സംസാരിക്കും. കർത്താവ് എന്നോട് അങ്ങയുടെ ആത്മാവ് അങ്ങയുടെ വചനത്തോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവവചനങ്ങൾക്ക് ആകെ സംസാരിക്കാനായി കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. കർത്താവിന്റെ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മറുപടി എങ്ങനെ തരും? ഓർമ്മയുണ്ടോ? കൈ പൊക്കിയല്ല സന്തോഷം കാണിക്കുന്നത്, പിന്നെ മുഖം കാണുമ്പോൾ അറിയാം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്നിപ്പോൾ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടിട്ടുണ്ട്, മറുപടി അയച്ചത് എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിന്റെ ദാസൻ അധ്യക്ഷനായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ രാത്രി ദൈവം തന്ന ആലോചന പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നിനെ കൊണ്ട് വിചാരപ്പെടല്ല, അപ്പോൾ എന്ത് സംഭവിക്കും? 7-ാം വാക്യം. 7-ാം വാക്യം വായിച്ചു. എന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മാറ്റങ്ങൾ വരും. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. എന്ത് എഴുതിയിരിക്കുന്നത്? സമാധാനം വരും. എവിടെ? prayer is an experience. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്, അനുഭവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന ഭാഗമായിട്ട് ഞാനൊന്ന് ഓർപ്പിച്ചോടെ ഇന്നത്തെ ഈ പ്രാർത്ഥന ദൈവം തന്നെ ആലോചന ഇന്ന് ഈ സമയം തന്നിക്കുന്നത് നിങ്ങൾ അവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല, ഒരു ആക്സിഡന്റ് അല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കുകളും വിഷയങ്ങളും നിങ്ങൾ ഭാരപ്പെട്ടു പോകല്ല. അതിനകത്ത് ദൈവീക ചില പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു അനുഭവമാണ്. മനസ്സിലാക്കി? അനുഭവമാണ്. ഏഴാമത്തെ വാക്യം പറയും it's an experience, you shall experience it. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യരാണ്, ജോലിയിലാണ്, പല സംഭവങ്ങൾ, കുടുംബജീവിതം, അനേക സാമ്പത്തിക മേഖലയിൽ അനേക കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷൻ കയറി വരും, വറിയാവും അല്ലേ? നമുക്കൊരു ചെറിയൊരു ടെൻഷൻ കയറി വരും, സന്തോഷം പോകും. സാധാരണ ഞാൻ എന്താ കേട്ടിട്ടുള്ളതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഏതെല്ലാം സമയത്ത് വറിയാവുന്നോ, whenever you are worried വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, അന്നേരം മുണ്ടുവരെയൊന്ന് പ്രാർത്ഥിച്ചോണെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ. എപ്പെല്ലാം നിങ്ങളുടെ മനസ്സ് ഇളകുന്നോ, നിങ്ങൾക്ക് മനസ്സ് ഇളകി വരിയാവുന്നു, ആ സമയം എന്ത് ചെയ്യണം? ഇറ്റ്സ് an indication that you need to pray. അതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കാനല്ല, ഒട്ടുമല്ലെന്ന് പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ ചില അനുഭവങ്ങൾ, സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വരും, എന്റെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വ്യത്യാസം. പ്രാർത്ഥനയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയുമായിട്ട് നമ്മുടെ പ്രാർത്ഥനയുമായിട്ട് എന്താ വ്യത്യാസം? മറ്റുള്ളവർ എന്തെല്ലാം ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്, എന്തെല്ലാം ബഹളങ്ങളുണ്ട്, എന്തെല്ലാം സംഭവങ്ങൾ അവർ ചെയ്യുന്നത്. തീ കത്തിക്കുന്നു, പുകയുണ്ട്, ഇവിടെ ഒന്നുമില്ല, വാക്കുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ പ്രാർത്ഥനയുമായിട്ട് വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അവർക്ക് അനുഭവമില്ല, നമുക്ക് അനുഭവമുണ്ട്. We are experiencing something with the Heavenly Father. ഒന്ന് മനസ്സിലാക്കിക്കണം. നിങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമല്ലിൽ ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിച്ചോ, സഭയായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ, ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ദൈവവുമായിട്ട് ഇതിന്റെ ഇടപെടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ചില അനുഭവങ്ങൾ നീ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, മറന്നു പോകല്ലേ. മടങ്ങി വരാം, നമ്മുടെ വാക്യത്തിലൂടെ മടങ്ങി വരാം. അതിന് 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ വായിക്കും, ഡു നോട്ട് വറി അബൌട്ട് എനിത്തിങ്, ഇൻസ്റ്റഡ് പ്രേ അബൌട്ട് എവറിത്തിങ്. ഒന്നിനും കുറിച്ച് നീ ഭാരപ്പെടേണ്ട, വിചാരപ്പെടേണ്ട, പക്ഷെ പ്രാർത്ഥിക്കാനാ പറയുന്നത്. എന്തോത്തിനെ പറ്റിയാ പ്രാർത്ഥിക്കുന്നത് അറിയാം? ഇംഗ്ലീഷിലെ നല്ലൊരു വാക്ക്, പ്രേ ഫോർ എവറിത്തിങ്. എല്ലാത്തിനും പ്രാർത്ഥിച്ചോടെന്നാ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ എവിടെ വിഷമമുണ്ടോ, ഏത് വിഷയമാണോ, അതങ്ങ് പ്രാർത്ഥിച്ചോളാം. വേറെ സ്മിത്ത് ബിഗൽസ്വർത്ത് എന്ന് പറഞ്ഞ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന 20 മിനിറ്റാണ്, പക്ഷേ ഓരോ 20 മിനിറ്റും ഞാൻ പ്രാർത്ഥനയെ അല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ every 20 minutes I am praying for 20 minutes but I don't live without praying 20 minutes. ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മൾ എല്ലാ കാലത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തെറ്റിദ്ധാരണകൾ പ്രാർത്ഥനയെ പറ്റി പലതും വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഒരു കൊച്ചു പൈതൽ അവനൊരു സൈക്കിൾ വേണം കിട്ടി, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന് കത്തോലിക്ക വിഭാഗത്തിൽ വന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ പ്രാർത്ഥിച്ചു, സൈക്കിൾ കർത്താവ് നാളെ രാവിലെ ആകുമ്പോൾ എന്റെ ഡോറിന് മുന്നിൽ സൈക്കിൾ വേണം. പ്രാർത്ഥിച്ച് കിടന്നു. രാവിലെ തുറന്നപ്പോൾ, ഡോറ് തുറന്നപ്പോൾ സൈക്കിള് വന്നില്ല. നിങ്ങൾ ചിന്തിച്ച് വന്നില്ല. ഇതവന് വളരെ ദേഷ്യപ്പെടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവം കേട്ടില്ലയോ, എന്റെ സൈക്കിൾ. അവനൊരു ഐഡിയ കിട്ടി, എന്ത് ചെയ്യണം. പിറ്റോസി രാവിലെ സൈക്കിൾ വന്നില്ല, നേരെ പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? അവിടെ ചെന്നിട്ട് അവന്റെ വീട്ടിൽ അമ്മ മറിയയുടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അത് ആരും അറിയാതെ വീട്ടിൽ നിന്ന് എടുത്ത് ഒളിച്ചു വെച്ചു. പിന്നെ ചെന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്, യേശുവിനോട് പറയുകയാണ്, യേശുവേ, നിന്റെ അമ്മയെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എന്റെ സൈക്കിൾ അങ്ങനെ ചിലർ ചിന്തിക്കാറുണ്ട്. ഉപവാസം എടുത്ത് ദൈവത്തിന്റെ കയ്യെ പിടിച്ച് തിരിപ്പിച്ച് എന്റെ പേപ്പർ അങ്ങ് സൈൻ ചെയ്യും. നോ, അങ്ങനെയല്ല ദൈവവചനം ഒരിക്കലും പറയുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം. പക്ഷെ ദൈവത്തിന് കൈ തിരിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന പരിപാടിയല്ല പ്രാർത്ഥന, വാസം. മറന്നു പോകല്ല. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രാർത്ഥന എന്താണ്? മനസ്സങ്ങ് തുറക്കുന്നതാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന. നിങ്ങൾക്ക് മനസ്സ് തുറക്കാൻ പറ്റിയിട്ടുണ്ടോ? ആനോക്ക് ദൈവത്തോട് സംസാരിച്ചു. 365 വർഷമാ ദിവസങ്ങൾ ദൈവത്തോട് സംസാരിച്ചു. നിങ്ങൾ അങ്ങനെ സംസാരിക്കാറുണ്ടോ? അത് രാവിലെ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, ചായ കുടിച്ചു, പിന്നെ പ്രാർത്ഥന അടുത്ത വൈകുന്നേരം കിടക്കുന്നതിന് മുന്നുള്ള പ്രാർത്ഥനയാണോ? ഇതെല്ലാം മാറ്റി വരണം. ജീവിതത്തിൽ ഒരു മാറ്റം വരണം. വചനം പറയാണ്, ഡു നോട്ട് വറി അബൌട്ട് എനിത്തിങ്, പ്രേ അബൌട്ട് എവറിത്തിങ്. ജീവിതത്തിൽ ഏതെല്ലാം വിഷയം നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ അതിനെപ്പറ്റി വിചാരപ്പെടണ്ട. പക്ഷെ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് അടുത്ത വാക്യം പറയും, ടെൽ ഗോഡ് വാട്ട് യു നീഡ്. ദൈവത്തോട് നീ പറ, നിനക്ക് എന്താ വേണ്ടത്. നമ്മളെല്ലാരും ദൈവത്തോട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സ് തുറക്കുന്നത് വേറെ മനുഷ്യരോടും വ്യക്തികളോടും കമ്പനിയുടെ GM-നോടും. അവരെ കാണുമ്പോൾ ഭയങ്കര ചിരിയും സംസാരവും. ദൈവസന്നിധി വരുമ്പോൾ മൗനമാണ്. ഇപ്പൊ അങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കി നിന്നിട്ട് ഒരു ടോപ്പിക് ഒന്ന് ഇട്ടു നോക്കിക്കേ. പൊളിറ്റിക്സിനെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. യുദ്ധത്തെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കിക്കോ. എന്തൊരു വാക്കുകളായിരിക്കും. ഞാൻ പോലും അതിശയിച്ചു പോകും. നിങ്ങൾക്ക് ഇത്ര അറിവുണ്ടോ? ഇത്ര വാക്കുകൾ വരാറുണ്ടോ? നിങ്ങളുടെ വായിൽ ഇത്ര ശബ്ദമുണ്ടോ? പക്ഷെ പ്രാർത്ഥന വരുമ്പോൾ, ദൈവസന്നിധി വരുമ്പോൾ മൗനതയാണ്. കാരണം എന്താണെന്നറിയാമോ? നീ വാ തുറക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അനുഭവമാണ്. ആർക്കറിയാം? പിശാചിനറിയാം. ഇത് കണ്ടിട്ട് നിന്റെ വായിനെ, നിന്റെ അധരങ്ങളെ മൗനമാക്കി നിന്റെ മനസ്സിനെ കെട്ടിയിട്ടിട്ട് ഇത് വേണ്ട മതിയെന്ന് പറയുന്നത് ഒരു ദുർശക്തി, ഒരു ദുർവ്യാപാരം ഉണ്ടത് മറന്നു പോകല്ലേ. അതിനെ ജയിക്കണം. ഇന്ന് രാത്രി ജയിക്കണം. പ്രാർത്ഥന ഭാഗമായി ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയം, ഇന്ന് സഞ്ജുബർ വന്ന വിഷയങ്ങൾ പറഞ്ഞല്ലോ. ഇതെല്ലാം എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ടു. എന്റെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ദൈവത്തെ സ്തുതിക്കുന്നു. 4ാമത്തെ വാക്യം പറയും, ടെൽ ഗോഡ് വാട്ട് യു നീഡ്. അപ്പൊ ദൈവത്തോട് പറഞ്ഞോണം. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് മനസ്സ് തുറന്ന് പറഞ്ഞോണം. ഏതാവശ്യമാണ് ഹൃദയം തുറന്നെന്ന് പറഞ്ഞോണം.
വ്യക്തികൾ കണ്ടിട്ട് കാണാത്ത രീതിയിൽ ഇരുന്നാലും ഞാൻ പറഞ്ഞോട്ടെ, നീ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ദൈവം ഒരിക്കലും നിന്നെ കൈവിടുക. കണ്ണ് കാണാത്ത പോലെ കേൾക്കാത്ത പോലെ അവൻ പോകത്തില്ല. Tell God what you need. എന്നിട്ട് പറയണ്ട, thank him for all he has done. നാലാമത്തെ വാക്യം തന്നെ പറയണ, കിട്ടിയത് അങ്ങ് വിശ്വസിക്കാനാ പറയുന്നത്, നന്ദി പറയാനാ പറയുന്നത്. ഹല്ലേലൂയ. അതെങ്ങനെ നന്ദി പറയാൻ പറ്റും? കിട്ടാത്ത സാധനത്തിന് എങ്ങനെ നന്ദി പറയാൻ പറ്റും? അതിന്റെ കാരണമുണ്ട്. 7ാമത്തെ വാക്യം അതാ പറയുന്നത്, അനുഭവിച്ചവർക്ക് അറിയാം. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പറയുന്നു, അവൻ കേട്ടു. അത് മാത്രമല്ല, അവൻ എനിക്ക് തന്നനായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. നീ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അനുഭവമാണ്. വ്യക്തികൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. നീ നോക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. മക്കളോട് കൂടെ താമസിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. ബാച്ചിലേഴ്സ് ആയിരിക്കുന്നു, അതിന് മുട്ടുമേൽ ബെഡിന്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ താമസിക്കുന്നവർ ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും, അയ്യോ ഇവൻ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത്, ഇവൻ എന്താണ് ഇത് ചെയ്യുന്നത്, അവർക്കറിയത്തില്ല. പക്ഷെ നീയോ ദൈവവുമായിട്ടുള്ള സ്പെഷ്യൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ സമയത്ത് പരിമിതിയില്ലാത്ത ഒറ്റ ഉദാഹരണം മാത്രമേ എടുക്കുന്നുള്ളൂ. എലീജാന്റെ പ്രാർത്ഥന, ഏലിയാവിന്റെ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചതറിയാമോ? മുട്ടുമേൽ തല മൊത്തം കുനിഞ്ഞ് മുട്ടിന്റെ ഇടയ്ക്ക് കയറ്റി വെച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് കിട്ടിയെന്നുള്ള ഉറപ്പെങ്ങനെ വീട്ടിന്നറിയാം? ആരെ വിട്ടിട്ടാ? സ്വന്തം ശിഷ്യനെ വിട്ടു. പോയി നോക്കാം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തെ തന്നനായ സ്തോത്രം അടച്ചു കുട്ടിയെ വെക്കുകയാണോ? അതോ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചില പ്രവർത്തിച്ചനായ ദൈവത്തെ സ്തുതിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിൽ ഞാൻ സുവിശേഷം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പാവപ്പെട്ട ഒരു കുടുംബമുണ്ട്, സൈക്കിൾ റിക്ഷ ഉള്ള ഒരു കുടുംബമുണ്ട്. അവർ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. ആ സൈക്കിൾ റിക്ഷയിൽ അവർ സാധനങ്ങൾ വാങ്ങിക്കും. സാധനങ്ങൾ വാങ്ങിക്കാൻ സ്വയം സ്ഥലത്ത് പോകും. ഇവർ സ്ഥലം വാങ്ങിച്ച് സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ ഒരു സാധനം ഉണ്ടാക്കിയാണ് വിൽക്കുന്നത്. അവരുടെ ബിസിനസ് അതാ, പാവപ്പെട്ടവരാണ്. പക്ഷെ എന്ത് പറ്റി, ഒരു ദിവസം ആ കുടുംബത്തിന്റെ ഹസ്ബൻഡ് പോയി സാധനം വാങ്ങിച്ചപ്പോൾ സൈക്കിൾ റിക്ഷ അവിടെ ഉണ്ട്, സാധനം അതിനകത്ത് കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. വൈഫ് കയറി എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിച്ചു ആൾക്കാർക്ക് മനസ്സിലായി ഈ ഭവനത്തിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന്. എന്തു പറ്റി? പ്രാർത്ഥിക്കുന്ന വീട്ടിൽ സാധനം കാണാതെ പോയി, പറച്ചിലായി, പല സംഭവങ്ങളായി. പക്ഷെ ഈ കുടുംബത്തിൽ ആ അംഗം, ആ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 1 ദിവസമായി, 2ാം ദിവസമായപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ പറയുന്നു, ഈ വാക്ക് ദൈവം തന്നിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊക്കെ പുള്ളിക്കാരി ടച്ച് ചെയ്തു. പുള്ളിക്കാരി ഉടനെ എണീറ്റു, ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മുടെ സാധനം കിട്ടിയിരിക്കുക. ഇത് കേട്ടപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാരും, ഭവനത്തിലുള്ള ആൾക്കാര്, അപ്പുറത്തുള്ള ആൾക്കാരെല്ലാം കേട്ടു, സാധനം കിട്ടി. അവരെല്ലാരും ഓടി വന്ന്, ഇന്ത്യ സാധനം, നമുക്ക് സാധനം കിട്ടിയിരിക്കുക, വരുന്നുണ്ട്. ഇത് കണ്ട അവരെല്ലാം ഓർത്തത് എന്താണെന്നറിയാം? പുള്ളിക്കാരിക്ക് ചെറിയൊരു സ്ക്രൂവിന്, തലയുടെ സ്ക്രൂ ഇളകി. ഈ വിഷയം കാരണം ഒരു മാനസികമായ വിഷയമാണെന്ന് ഓർത്തു. പക്ഷെ വിശ്വസിക്കുമോ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയിൽ ഒരു ഓട്ടോ ഡ്രൈവർ വന്നിരിക്കുക. എന്താ സംഭവം അറിയാം? ആ സാധനം കളഞ്ഞു പോയ സാധനവുമായിട്ട് ഏത് കടയിൽ കിടന്നോ ആ കടയിലെ അഡ്രസ്സും വാങ്ങിച്ച് തപ്പി പിടിച്ച് ഇവിടെ വീട്ടിന് മുന്നേ വന്ന് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ സാധനമാണോ? കാരണം എന്താണ്? ആ സഹോദരിക്കറിയാം, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ആത്മാവ് പറഞ്ഞു, ഒരു അനുഭവം, ഒരു ഹെവൻലി കണക്ഷനാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഉള്ളു പറഞ്ഞു, എന്റെ ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒന്നും ചലിച്ചില്ലെങ്കിലും ആ മറുകറയിൽ ചിലത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏലിയാവിനും അറിയാമായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അറിയാമായിരുന്നു, മറുകറയിൽ ചിലത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ദൈവം, അവന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് അവർ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ഏലിയാവ് പറയാണ്, പോയി നോക്കുക. എത്ര വട്ടം പോയി? 7 പ്രാവശ്യം പോയി. 7ാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് കൈപ്പത്തി പോലൊരു മേഘം. മനുഷ്യന്റെ കൈ ചെറുതാണ്, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചെറുതാണ്. പക്ഷെ അതിന്റെ പുറകിൽ ആദർശനായ ദൈവത്തിന് ആദർശമായ കാര്യങ്ങളുണ്ടെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. ആ ദാസന് അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചത്, നിനക്കറിയാമോ നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവന്റെ കരങ്ങൾ ഉണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഏലിയാവ് പറഞ്ഞു, ഇതാ മഴ വരുന്നുണ്ട്,
ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ചലനമില്ലാതിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്, കഴിഞ്ഞ നാളിൽ നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ ഇതുവരെ മറുപടിയില്ല, ആൾക്കാരെ കളിയാക്കുകയും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അന്നയോട് ചോദിച്ചാൽ മതി. ഏതെല്ലാം സമയത്ത് എന്റെ മനസ്സ് ഭാരപ്പെട്ടിട്ടുണ്ടോ, ഞാൻ ആലയത്തിൽ തുറന്ന് ദൈവത്തോട് സംസാരിച്ചു, എന്റെ ദൈവം കേട്ടു, അവൻ പ്രവർത്തിച്ചു, എന്റെ മുഖം വാടിയിട്ടില്ല. ഇന്ന് രാത്രി ചില വാടിയ മുഖത്തിന്റെ ദൈവത്തിന് ആത്മാവ് പറയാണ്, മോളെ മോനെ, ഞാൻ നിന്റെ വിഷയം കേൾക്കുന്നുണ്ട്. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഇന്ന വിഷയത്തിന് ദൈവത്തിൽ പ്രവർത്തി നടന്നിരിക്കും. ദൈവത്തിന് ചില പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സിന് മുന്നിൽ നീ നിന്റെ കാൽക്കുലേഷൻ വെക്കല് കേട്ടോ. നിന്റെ കാൽക്കുലേഷൻ പോലെയല്ല ദൈവത്തിന്റെ പ്രോസസ്സ്, ദൈവത്തിന്റെ ഇടപെടിയില്ല, ദൈവത്തിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറമായി ദൈവത്തിന്റെ ഇടപെടി വെളിപ്പെടുമ്പോൾ ഈ ലോകത്തിൽ എല്ലാവരും അതിശയിക്കുന്ന രീതിയിലാണ് ദൈവത്തിന് പ്രവർത്തിക്കുന്നത്. അതാണ് പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണ് 7ാമത്തെ വാക്യം, you will receive God's peace എന്ന വാക്കിൽ അവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സമാധാനം പ്രാർത്ഥനയിൽ കിട്ടും. പിന്നെ പറയാതെ exceed anything we can understand, മനസ്സിലാകാത്ത ചില വിഷയങ്ങൾ അല്ലെ. നമ്മളെല്ലാവരും ലോകത്തിൽ ജീവിക്കും, മനസ്സ് എന്താ കർത്താവ് ഇങ്ങനെ സംഭവിച്ചേ, എന്താണ് സംഭവം? പക്ഷെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ His peace will grant your hearts and mind. അങ്ങനെ അവന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ ദൈവം തരും, നിന്റെ മനസ്സിൽ തരും. കാരണം എന്താണ്? നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം. അപ്പൊ നമ്മുടെ റൂട്ട് എവിടെ ആയിരിക്കണം? ക്രിസ്തുവായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ജീവിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണ്ടേ? ക്രിസ്തു കർത്താവ് യേശുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അവര് കാണുമ്പോൾ കാണണം, ആഹാ പ്രസംഗിക്കുന്ന ബ്ലെസ്സൻ ഭയങ്കര പ്രസംഗമാണ്, പക്ഷെ കടയിൽ പോകുമ്പോൾ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്താ അയ്യോ ലോക മനുഷ്യനെ പോലെ സംസാരിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിൽ മടങ്ങുക സഹോദര, ഇന്ന് രാത്രി മടങ്ങുക സഹോദര. നിന്റെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഇറക്കി വെച്ചാട്ടെ, നിന്റെ മനസ്സൊന്ന് തുറന്നാട്ടെ. നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദാനിയേലിനോട് ചോദിച്ചാൽ മതി, ദാനിയേലേ നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കാറുണ്ടോ? അവൻ പറയും കേൾക്കാറുണ്ട്. ദാനിയേലേ നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ എന്തിനാ നിന്നെ സിംഹക്കുഴിയിൽ ഇടുന്നത്? അവൻ പറയും എനിക്കറിയത്തില്ല, ഇപ്പോൾ എനിക്ക് അറിയത്തില്ലെങ്കിലും എനിക്ക് ഒരു കാര്യം അറിയാം, എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അവന്റെ ഹിതം നടക്കട്ടെ. ഇന്നത്തെ രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കും, ദൈവം നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. Lord, I want your will be done in my life. എത്ര പേർ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു? ദൈവമേ, യേശു പ്രാർത്ഥിച്ച അവസാനത്തെ പ്രാർത്ഥനയാണ് ഗെത്സമനെ തോട്ടത്തിൽ, not my will, let your will be done. എന്റെ ഹൃദയത്തിൽ എന്റെ ആഗ്രഹമല്ല കർത്താവേ, എന്റെ ആഗ്രഹം ഇത് മാറ്റണമെന്നാണ്, പക്ഷെ എന്റെ ഹിതമല്ല കർത്താവ്, അങ്ങയുടെ ഹിതം നടക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി നമ്മൾ കേട്ടല്ലോ, പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? അതിന്മേൽ വറി ചെയ്യാനല്ല. Do not worry, but pray about everything. ഇന്ന് രാത്രി നീ ഇതുവരെ പ്രാർത്ഥിക്കാതെ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും ഇതിനൊക്കെ മറുപടിയില്ല, അല്ലെങ്കിൽ സംശയം കാരണം പ്രാർത്ഥിക്കാതിരിക്കുന്നത്, ഇതിനകത്ത് ദൈവം പ്രവർത്തിക്കുമോ, ഇതിനകത്ത് ദൈവം പ്രവർത്തിക്കത്തില്ലെന്നും പറഞ്ഞ് നീ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റിവെച്ച വിഷയങ്ങളുണ്ടല്ലോ, അതിനകത്ത് ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങിയ സഹോദരൻ, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളെ അറിയുന്നു. അവൻ കാണാതെ പോകത്തില്ല. ഭർത്തിമായോട് ചോദിച്ചാൽ മതി. ഭർത്തിമായി വിളിച്ചപ്പോൾ കൂടെ നടന്നവരെല്ലാം പറഞ്ഞു മിണ്ടാതിരിക്കുക, പക്ഷെ യേശു അവിടെ നിന്നു, അവനെ വിളിച്ചു. ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങൾ ദൈവം അറിയുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ കാൽക്കുലേറ്റ് ചെയ്ത് നിന്റെ ജീവിതത്തിന്റെ നീ തന്നോട് സ്വപ്നം കണ്ട് മാറ്റി വെച്ചേക്കുന്ന മേഖല, അയ്യോ എന്റെ ജീവിതത്തിൽ, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം നടക്കുമോ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇതൊന്നും നടക്കത്തില്ല. ആൾക്കാരുടെ കൈപ്പേര് വാക്കുകൾ, കൈപ്പേര് വാക്കുകൾ കാരണം മനസ്സ് മാറാ പോലെ കൈപ്പായി മാറിയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കൈപ്പ് മാറട്ടെ. വ്യക്തികളുടെ ഓരോ സ്വഭാവങ്ങൾ കണ്ട് നിന്റെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ വന്നിട്ട് നീ തന്നെ മനസ്സ് കൈപ്പായി കൊണ്ട് മാറട്ടെ. ആ കൈപ്പ് മാറട്ടെ. അത് എവിടെ മാറും? പ്രാർത്ഥനയാലല്ല, അത് വേറെ ഒന്നും മാറത്തില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഭവമാണ്, മറന്നു പോകില്ല. അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേട്ട വചനത്തെ മുഴുവൻ ഏൽപ്പിച്ചു എന്ന് കർത്താവേ,
ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ എന്റെ ദൈവം സകലതും അറിയുന്ന ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്, അവർ പ്രവർത്തിക്കുന്ന ദൈവം. നന്ദി കർത്താവ്. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾ കർത്താവേ, അതിന് മറുപടി അയച്ചനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രാർത്ഥന നടത്തുന്നത് ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. അനേക പാപികൾ മാനസാന്തരപ്പെടട്ടെ. സ്നാനങ്ങൾ നടക്കട്ടെ. നടക്കുന്ന ഈ ഒരു പ്രാർത്ഥന, ഈ ചെറിയൊരു പ്രാർത്ഥന, ഈ പ്രാർത്ഥന ധ്വനിയുടെ സംഗമം, ഈ പ്രാർത്ഥന ഈ സഭയുടെ കർത്താവേ ഹല്ലേലൂയ ഒരു റിവൈവലായി സഭയെ ദൈവനി മാറ്റങ്ങളായി സ്തോത്രം. ഇത് ഞങ്ങൾ പ്രാർത്ഥനയെ പറ്റി കേട്ടതുപോലെ നീ അത് ചെയ്തനായി സ്തോത്രം കർത്താവേ. അങ്ങനെ ഇതുപോലെ നീ ചെയ്തനായി സ്തോത്രം. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പ്രാർത്ഥിച്ച് വിളിച്ചേക്കണമേ. കേൾക്കപ്പെട്ട ആലോചന ഹല്ലേലൂയ. പ്രാർത്ഥന അതിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും കടന്നു വന്ന ദൈവമക്കളുടെ സുഖദാസന്മാരുടെ ഇപ്പോഴും കർത്താവിന്റെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തു കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ